ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനില് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് SCRTയുടെ പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം ചോദ്യങ്ങളാണ് SCRTയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ നമ്മുടെ മാറിയ ടെക്സ്റ്റ് ബുക്ക് കൂടെ ആയതുകൊണ്ട് തന്നെ നിലവാരമുള്ള നല്ല ചോദ്യങ്ങൾ എവിടുന്ന് വരുന്നുണ്ട്? SCRTയിൽ നിന്ന് വരുന്നുണ്ട്. SCRTയിലെ ഓരോ പോയിന്റുകളും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബയോളജിയുടെ മാർക്ക് ഉറപ്പിക്കാനായിട്ട് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCRTയുടെ ഏതെല്ലാം ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കണം. നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ചാപ്റ്ററുകളും നമുക്ക് വേണമെന്നില്ല. നമുക്ക് ആ സിലബസ് ബേസ് ചെയ്തുള്ള ചാപ്റ്ററുകൾ മാത്രം മതി. പത്രത്തില് ബയോളജിയുടെ സിലബസ് പ്രകാരമുള്ള SCRT ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? വീഡിയോട്ട് കിടക്കാം. ശരി, ഇപ്പൊ നോക്കിക്കൊള്ളുക. ആദ്യം നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ. 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒറ്റയല്ല ഒരു ജീവിയും, അവിടെ ആവാസ വ്യവസ്ഥയും എൻവയോൺമെന്റുമായിട്ട് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടുത്ത 2ാമത്തെ 5ാം ക്ലാസ്സിൽ തന്നെ 4ാമത്തെ ചാപ്റ്റർ എന്താണ്? ജീവനുള്ള വിത്തുകൾ. അവിടെ ഈ പറയുന്ന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൺസെപ്റ്റുകളും വരുന്നുണ്ട്. ആ ചാപ്റ്റർ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് പഠിക്കണം. അടുത്ത 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജന്തുജാലങ്ങൾ അവിടെ വരുന്നുണ്ട്. അവിടെ പുതിയ ഇൻഫോർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. എന്ത് ചെയ്യണം? ആ ഒരു ചാപ്റ്റർ നമ്മൾ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് പഠിക്കാനായിട്ട് പഠിക്കണം. അതേപോലെ 7ാം ക്ലാസ്സിൽ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്റർ 7ാം ക്ലാസ്സിലാണ് വരുന്നത്. അതെന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് പഠിക്കാനായിട്ട് പഠിക്കണം. 8ാം ക്ലാസ്സിലെ 17ാമത്തെ ചാപ്റ്റർ ജൈവ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, ആവാസ വ്യവസ്ഥ. അവിടെ എൻവയോൺമെന്റ്, ആവാസ വ്യവസ്ഥ, എക്കോളജിക്കൽ ഇന്ററാക്ഷനുകൾ അതേപോലെ തന്നെ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷനുകൾ, അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം വരുന്ന വലിയൊരു ചാപ്റ്റർ ആണ്. അതെന്ത് ചെയ്യണം? വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. പിന്നീട് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് വരുന്നത് ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അവിടെ ബയോടെക്നോളജി അതുമായിട്ട് ബന്ധപ്പെട്ട് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകൾ ഇവയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഏതാണ്? രോഗങ്ങളും രോഗകാരികളും. രോഗങ്ങളും രോഗകാരികളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മിക്കപ്പോഴും SCRT ബേസ് ചെയ്ത് തന്നെയാണ് ചോദ്യങ്ങളും വരുന്നത്. പത്രത്തിൽ രോഗങ്ങളും രോഗകാരികളിൽ നിന്ന് പഠിക്കേണ്ട ചാപ്റ്ററുകൾ ആദ്യം 5ാം ക്ലാസ്സിൽ, നിങ്ങൾ 5ാം ക്ലാസ് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം അത് 5നെക്കാട്ടി കൂടുതൽ കണ്ടന്റുകൾ ക്ലിയർ ആയിട്ട് അടുത്തടുത്ത ചാപ്റ്ററുകളിലേക്ക് വരുന്നുണ്ട്. 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ. രോഗങ്ങൾ ഏതെല്ലാം, പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസെപ്റ്റുകൾ വരുന്ന ഒരു ചാപ്റ്ററാണ് അതെന്ന് പറയുന്നത്. 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാറ്റം ജീവിതശൈലിയുടെ നാളേക്കായി, ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൊഴിൽജന്യ രോഗങ്ങൾ, അങ്ങനെയുള്ള കൺസെപ്റ്റുകളും ടോപ്പിക്കുകളും വരുന്ന ചാപ്റ്റർ ആണ് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ. പിന്നീട് 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററുടെ വർഗീകരണം. അപ്പൊ നിങ്ങൾ ഓർക്കും ഈ വർഗീകരണം എങ്ങനെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആ വർഗീകരണം എന്ന ചാപ്റ്ററിൽ ഈ പറയുന്ന ബാക്ടീരിയയുടെയും വൈറസുകളുടെയും സ്ട്രക്ചറും അവയുടെ ഘടനയും എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ പറയുന്ന വൈറസിന്റെയും ബാക്ടീരിയയുടെയും ഉള്ള ജീവികളുടെ സ്ട്രക്ചർ ഘടന നമ്മൾ പഠിക്കണം. സോ ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ 5 ആണ്, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. അവിടെ ഈ പറയുന്ന രോഗപ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ രോഗങ്ങള് രോഗകാരികളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. അതുകൂടാതെ രോഗപ്രതിരോധം, ഇമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാക്സിൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം വരുന്ന ഒരു ചാപ്റ്റർ ആണ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം? വളരെ വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കണം. SCRTയുടെ ഓരോ പോയിന്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്തൊരു കൺസെപ്റ്റിലേക്ക് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കാനായിട്ട് നമുക്ക് ഏതെല്ലാം ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കണം നോക്കിക്കൊള്ളുക. മനുഷ്യ ശരീരം അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ റാങ്ക് ഫയൽ തുറന്നു വെച്ച് പഠിക്കാനാണെങ്കിൽ എപ്പോൾ തീരാനാണ്? കാരണം ഒരുപാട് കണ്ടന്റുകൾ കുത്തി നിറച്ച ടോപ്പിക്കാണ്. അപ്പൊ മനുഷ്യ ശരീരം പഠിക്കാൻ ഏറ്റവും മികച്ച മാർഗം തീർച്ചയായിട്ടും SCRT തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സെൻസറി ഓർഗൻസ്, ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ട്. 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ നിവർന്നു നിൽക്കാം, നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം, അസ്ഥി വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ജീവന്റെ കുഞ്ഞറകൾ, കോശവുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ വരുന്ന ചാപ്റ്റർ ആണ്.
6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോഷകഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം. അതിൽ അത്യാവശ്യം എല്ലാ സിസ്റ്റംസും വരുന്നുണ്ട്. ഈ പറയുന്ന ശ്വസന വ്യവസ്ഥ, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നീട് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ എന്താണ്? മനുഷ്യ ശരീരം ഒരു വിസ്മയം. അവിടെ ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, അതിനെല്ലാം പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട 7ാം ക്ലാസ് വരെയുള്ള ചാപ്റ്റർ ആണ്. അടുത്ത ചാപ്റ്ററുകളിലേക്ക് പോവാം. നോക്കിക്കൊള്ളുക. 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ കോശങ്ങളും കോശജാലങ്ങളും. നമ്മൾ നേരത്തെ കോശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ കുറച്ച് കൂടിയ കൺസെപ്റ്റുകൾ അല്ലെ, കോശങ്ങള്, കോശത്തിന്റെ ഘടന, കോശാംഗങ്ങൾ തുടങ്ങിയ കൺസെപ്റ്റുകളെല്ലാം വരുന്ന ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അല്ലെ. 8ാം ക്ലാസ്സിലെ 18ാമത്തെ ചാപ്റ്റർ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. അവിടെ ഈ പറയുന്ന ടിഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജീവൽ പ്രക്രിയയിലേക്ക് അല്ലെ, ജീവൽ പ്രക്രിയയിലേക്ക് അവിടെ കോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ പറയുന്ന ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം വേണ്ട, അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം മതി അല്ലെ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ദഹന വ്യവസ്ഥയും പോഷക സംവഹനവും അല്ലെ, ദഹന വ്യവസ്ഥയും പോഷക സംവഹനവും. അവിടെ നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആണ്, രക്തപര്യന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ തന്നെ ശ്വസനവും വിസർജനവും അല്ലെ, അവിടെ ശ്വസന വ്യവസ്ഥയും ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്, വിസർജന വ്യവസ്ഥയും ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ചലനത്തിന് പിന്നിൽ, അവിടെ അസ്ഥി വ്യവസ്ഥ, പേശി വ്യവസ്ഥ, 2 കൺസെപ്റ്റുകൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിൽ തന്നെ 5ാമത്തെ ചാപ്റ്റർ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ അവിടെ പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ എന്താണ്? ജനിതകം, DNA, അതായത് നമ്മുടെ ഈ പറയുന്ന ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മനുഷ്യ ശരീരത്തിലെ അത്യാവശ്യം കൺസെപ്റ്റുകൾ എല്ലാം വരുന്നത് ഇവിടെ തന്നെയാണ്, 9ാം ക്ലാസ്സിൽ തന്നെയാണ്. 9ാം ക്ലാസ്സിലെ എല്ലാം വരുന്നുണ്ട്. ഈ പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രിറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം എല്ലാം വരുന്നത് എവിടെയാണ്? 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട്. അതുകൊണ്ട് 9ാം ക്ലാസ്സിലെ ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. പിന്നീട് 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജീവന്റെ ജനിതകം നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ പരിണാമത്തിന്റെ വഴികൾ. അവിടെ നമ്മൾ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ച് ഈ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അതെന്ത് ചെയ്യണം? പഠിക്കണം. അവിടെ ഈ പറയുന്ന നെർവൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, നെർവൽ സിസ്റ്റം, നെർവിനെ ബാധിക്കുന്ന രോഗങ്ങള്, ന്യൂറോണുകള്, ആ കൺസെപ്റ്റുകൾ അവിടെ പഠിക്കണം. 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ സംവേദങ്ങൾക്ക് പിന്നിൽ, സെൻസറി ഓർഗൻസ് ആണ് സംവേദങ്ങൾക്ക് പിന്നിൽ. 5 സെൻസറി ഓർഗൻസുകളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ എന്താണ്? രാസസംവേഗം, ജീവികളിലെ രാസസംവേഗം. അവിടെ ഹോർമോണുകൾ, അന്തർസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളുമായിട്ടുള്ള കൺസെപ്റ്റുകളാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും ചാപ്റ്ററുകളാണ് നമ്മുടെ ബയോളജിന്ന് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. മാറിയ SCRT വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCRT നിന്ന് തന്നെയാണ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും ചോദ്യം വരുന്നത് അല്ലെ. ഇനി തീർച്ചയായിട്ടും നിങ്ങൾ ASMന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും, VOC-LDക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും, LGSന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും, ഇനി ഏതെങ്കിലും ഫോഴ്സ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യുക? ഈ പറയുന്ന ചാപ്റ്ററുകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ബയോളജിയിലെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലെ. LGSനൊക്കെ ബയോളജിയിൽ കൂടുതൽ മാർക്ക് വരുന്നുണ്ട്. ആ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ചാപ്റ്ററുകൾ എന്ത് ചെയ്യണം? അരച്ച് കലക്കി തന്നെ കുടിക്കണം. ഇങ്ങനെ ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ പലരും ചോദിക്കുന്ന സംശയമാണ്, ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എവിടെ നിന്ന് കിട്ടും? നമുക്ക് സമഗ്രയുടെ സൈറ്റ് ഉണ്ട്, ഫ്രീ സൈറ്റ് ആണ്. നിങ്ങൾ സമഗ്ര എന്ന് നിങ്ങളുടെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്യും. അവിടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഈ ക്ലാസ് അടിച്ചു കൊടുക്കുക, ചാപ്റ്റർ അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ ഫോണിലൂടെ അല്ലെങ്കിൽ പ്രിന്റ് എടുത്തോ ഒക്കെ പഠിക്കാവുന്നതാണ്. അപ്പം SCRT ചാപ്റ്ററുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന SCRT ചാപ്റ്ററുകൾക്ക് എന്ത് കൊടുക്കുക? ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കണം ഇനിയുള്ള എക്സാമുകൾക്ക്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വലിയൊരു അവസരമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. കാരണം ഏകദേശം 3000-ഓളം നിയമനങ്ങൾ നടത്തുന്ന എക്സാം ആണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അതിനനുസരിച്ച് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഡെയിലി ടൈം ടേബിളോടുകൂടി, വീക്ക്ലി എക്സാമുകളോടുകൂടി, റെക്കോർഡ് ക്ലാസ്സുകളോടുകൂടി, ലൈവ് സെക്ഷനുകളോടുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും
നമ്മൾ ഇതേപോലെ നമ്മുടെ ബാച്ചിൽ നമ്മൾ ഈ SCRT ബേസ് ചെയ്ത് തന്നെയാണ് കണ്ടന്റുകൾ കൊടുക്കുന്നത് അല്ലെ. SCRT അല്ലെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ നിങ്ങളിലേക്ക് തരുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.